അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് കോറിൻ്റെ അടുത്തൊരു എപ്പിസോഡിലൊക്കെ ആയിട്ട് ഇൻട്രോ ഫുള്ള് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹാർഡ് കോറിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ റെയ്ഡിൻ്റെ തുടക്കം ഒരു ഫുള്ള് ഫൈറ്റായിട്ട് നമ്മൾ തുടങ്ങിയത് കേട്ടോ. ഞാൻ റെയ്ഡിങ്ങനെ വലിയ നമുക്ക് ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നാൽ നോക്കുമ്പോൾ റെയ്ഡങ്ങ് തുടങ്ങി. ഞാനിപ്പോഴും ഇപ്പോൾ 0 ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ റെയ്ഡ് തുടങ്ങുന്നു. ഇപ്പോൾ ഒരു കൂലി വിളിക്കും. രാത്രി നമുക്കൊരു കടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. നമ്മൾ പിന്നെയും പറയണം, ആദ്യമായിട്ട് കടന്നുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഇതുവരെ ചത്തിട്ടൊന്നുമില്ല കേട്ടോ. രണ്ടും കളിപ്പിച്ചെങ്കിൽ ഇറങ്ങാം. മാരി തല്ലും. ഇവിടെ നിന്നാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ നിന്നാണ് അതാ നിൽക്കുന്ന സോഡും വാളും കൊണ്ട്. അയ്യോ, അയൺ കോളത്തിന് അയണില്ല. എൻ്റെ അയനുണ്ട്. ഞാൻ വേഗം പോയി അയൺ കൊടുക്കട്ടെ അയൺ കോളത്തിന്. ഇതൊരു എൻജാൻറ്റിങ് സോഡ് അത് കയ്യിരിക്കട്ടെ. ഇവന്മാരെല്ലാത്തിനും നമുക്ക് അടുത്തേക്ക് വിളിക്കാം. ആൺകോളം പിന്നെ നോക്കിക്കോളും. എന്നാലും ഇവിടെ കുറേ പേരെ ഞാൻ കണ്ടത്. ഇങ്ങോട്ട് വാ. അയ്യോ, ഇങ്ങോട്ട് വാ. അയ്യോ അയൺകോളം മാമ ഈ നിഷേധമൊന്നും അടിഞ്ഞു നിൽക്കുന്നില്ല. എടാ പൊട്ടൻ അയൺകോളം, ഇതവിടെ പില്ലേതന്മാർ വരുന്നു. പൊട്ട അതവിടെ പില്ലേതന്മാർ വേക്കില്. ഞാനും ഫൈറ്റ് ചെയ്യാൻ സഹായിക്കണം. അയൺകോളത്തിൻ്റെ പ്രശ്നമാണ്. ഒരു എൻജാൻറ്റഡ് ആർമർ ഏതാ പ്രൊഫഷൻ തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മൾ ഈ അയൺകോളത്തിൽ കൊണ്ട് ഇങ്ങനെ പേടിച്ച് നമ്മൾ നടക്കുന്ന കാര്യമില്ല. നമുക്ക് ഇനി ഇറങ്ങി കളിക്കണം. ഇനി നമ്മളിങ്ങനെ പേടിച്ച് തന്നാൽ കൂടുതൽ വില്ലേജ് ചാകുള്ളൂ. നമ്മൾ രണ്ട് കളിപ്പിച്ച് ഇറങ്ങാൻ പോവാം. ഞാൻ അല്ലെങ്കിൽ വില്ലേജസ് വാ, രണ്ടിനും അറിഞ്ഞിട്ട് വരെ കാര്യമില്ല. ഞാനും ഒമ്പെടുത്ത് വിടുക. എനിക്കൊരു പേടില്ലാരും. എൻ്റെ ഫയർ എഫക്റ്റ്. എൻ്റെ മോനെ ഫയർ ഇതുണ്ട്. ഇത് ഫയർ പോട്ടിന് മണ്ണുണ്ട് കേട്ടോ. ചലീസ് നമ്മളിന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. ഉമ്മാരൊക്കെ കൊല്ലണം കേട്ടോ. എല്ലായിടത്തും കൂടി ഇങ്ങനെ അലഞ്ഞ് നടക്കും. അതോടുന്നാ ആദ്യം എനിക്ക് അമ്പ് കിട്ടല്ലോ. അയ്യോ നമുക്ക് ഈ സോഡ് എടുത്ത് മാറ്റി വരും കേട്ടോ. നമ്മൾ ഈ സോഡ് കൊണ്ട് അധികം അടിക്കുന്നത് നമുക്ക് ഡ്രാഗനെ കൊല്ലാമോ. നമ്മൾ ഇനി റിസ്ക് ഉള്ള ഇതാ കുറച്ച് എമറാണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അയൺകോളാടാ അധികം കയറി കിടക്കുണ്ടാ വാതിൽ അടിച്ചിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ പേടിച്ചേക്കും. എനിക്കാണെങ്കിൽ ഹാർഡ് കോറും കൂടുമ്പോൾ ഇതാണ് ചത്താ പിന്നെ തീർന്നത്. ഈ അയൺകോളം കോട്ടറാണെങ്കിൽ വരുന്നുമില്ല. എടാ അയൺകോളം എങ്ങോട്ട് വാടാ. എൻ്റെ വാട്ടർ ബക്കറ്റ് ഉണ്ടോ? വാട്ടർ ബക്കറ്റ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ എന്ത് ചെയ്യില്ല. അടുത്ത റെയ്ഡ് തുടങ്ങാനുള്ളതാണ്. ഈ റെയ്ഡ് അങ്ങനെയല്ലേ ഇവിടെ കഴിയണം കേട്ടോ. അല്ലാണ്ട് നമുക്ക് പിന്നെ മര്യാദയ്ക്ക് സമാധാനത്തോടെ നടക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ രണ്ട് കളിച്ച് റെയ്ഡിനെ ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇതാ റെയ്ഡ്. ഇവന്മാർ കുറേ വിളിക്കുന്നുള്ളൂ. ഇവന്മാരാരെയും കാണുന്നില്ല. ഇവന്മാർ പിന്നെ തൈരോളൊക്കെയാണ് ഫ്രണ്ടി വാട. ഫ്രണ്ടി വാടല്ല വില്ലേജാണ്. അത് പന്ന വില്ലേജസ് ഇവന്മാരെ വിളിക്കുന്നത് വില്ലേജസ്. എനിക്കിടയ്ക്ക് മാറിപ്പോകും വില്ലേജസിന്. എടാ ഇവന്മാരെ കടപ്പോയി. ഇവന്മാരും എല്ലാം കേവലം കയറിയിരിക്കും. എന്നിട്ട് ഇവന്മാരെ കാണൂല. എന്നിട്ട് ഈ റെയ്ഡ് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇവിടെ ഉള്ള എല്ലാവരെയും കൊന്നുള്ള റെയ്ഡ് അടുത്ത റെയ്ഡ് തുടങ്ങുള്ളൂ. അതാണ് ഞാനീ നോക്കുന്നത്. ഏതോ ഒരു ഒരെണ്ണം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതാ ഈ റെയ്ഡ് സ്റ്റക്കായി നിൽക്കുന്നത്. ഇപ്പോൾ കുഞ്ഞ് ഡ്രീം ചെയ്താലോ നടക്കുമെന്ന് പറഞ്ഞോളൂ. പിന്നല്ല, ഇവിടെ എന്തായാലും നടക്കില്ല. എന്നു ചെയ്യാൻ ഞാൻ ഇതുപോലും എടുത്തിട്ടില്ല. ഞാനിനി എവിടെ ഇനി അവന്മാരുള്ളത്? ഈ കേവിൻ്റെ അതിൽ ഇറങ്ങി പോകുന്നത്. അവിടെ ഇവിടുന്ന് ഇവിടെ ഒറ്റ ഉണ്ടെന്നെ കാണുന്നില്ല. ഇനി അവിടെ വല്ല ആണോ? ഞാൻ നേരത്തെ ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നേ. ഇത് കുറേ എണ്ണത്തിനെ ഞാൻ കൊന്നു.
അവിടെ പിന്നെ അവിടെ പോയി അവന്മാര് കളിപ്പിക്കുന്നോളാ അവന്മാര് കളിപ്പിക്കണം കേട്ടോ. ആ വീടിൻ്റെ അതാരാ? വില്ലേജസാണോ? വില്ലേജസാണോ? അത് വില്ലേജറാ. അങ്ങനെ വെക്കൊന്നും വേണ്ട, നിങ്ങളത് തീരണ്ടേ, ഞാനുള്ളതാ. ഈ അയൺകോളമാണെങ്കിൽ എന്നെ വില്ലേജസിനൊക്കെ കഷ്ടമാണ്. അവർ ഓടിക്കൊണ്ടില്ല അയൺകോളം. പയ്യെ കൂകുക മോനെ, എനിക്കൊന്നും കേൾക്കുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ കണ്ടന്റ് എന്തായാലും തീർക്കും. ഞാൻ ഇന്ന് ഓരോരുത്തർ ഒരു വലിയ കേവിലേക്ക് പോയിട്ട് അപ്പോഴാണ് ഞാൻ റെയ്ഡിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഇന്ന് ആ റെയ്ഡ് തീർക്കാമെന്ന് വിചാരിച്ച്. ഈ റെയ്ഡാണ് തീരുന്നില്ല, ഉമ്മാനാണെങ്കിൽ കളിപ്പിക്കുന്നത്. എന്തിലാട്ടെ നമുക്ക് എന്തെങ്കിലും വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ കേവിലൊന്ന് പോകാൻ നോക്കാം. ഇവിടെ വല്ല എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. കുഴിയല്ലേ? അയ്യോ, കുറച്ച് കോളും വാങ്ങിച്ചതുണ്ട്. വന്നാൽ വുഡിന് ഒരു പ്രശ്നമാണ്. എന്തായാലും വുഡൊന്നും അധികം അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇതുപോലത്തെ രണ്ടെണ്ണം പൊട്ടിച്ചിരുന്നു. നമ്മളൊന്നും കണ്ടില്ല. അവൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. നമുക്ക് എന്തായാലും വിളിച്ചതാ. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് 8 ലൈറ്റൊക്കെ ഉണ്ടാക്കാം. ഉമ്മാര് കൂകലുള്ളൂ, ഒരെണ്ണത്തിനും കാണുന്നൊന്നുമില്ലടോ. വെറുതെ ഉമ്മാര് കൂകി വിളിക്കുകയാണ്. മനസ്സിലെത്തിക്കുകയാണ്. അല്ല നമുക്കിത് ഇതിനകത്ത് പോയി ഇറങ്ങി നോക്കാം. നമുക്ക് പിന്നെ ഫുൾ സെറ്റ് സാധനങ്ങളൊക്കെ ഉള്ളത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേടി പോവും. ഇതെന്താ അവിടെ ഇത് മറ്റേ നെതർ പോർട്ടലിലേക്ക് പോകുന്ന സ്ഥലമല്ലേ ഇത്? ഇതെങ്ങനെ ഇവിടുത്തെ കേവിൻ്റെ ഉള്ളിൽ? എന്നാൽ നെതറിൻ്റെ പോർട്ടലിൻ്റെ ഉള്ളിൽ കയറുവാണെങ്കിൽ ഇച്ചിരി വലിയ സാധനം കിട്ടിയാണ്. കയറി നോക്കട്ടെ. അയ്യോ, ഇത് എവിടെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ കയറുന്നത്. നമുക്ക് ഇതെടുത്ത് ഈ സാധനം കൈ കിട്ടിയിട്ടില്ല. ഇതെവിടെയാന്ന് വിചാരിച്ചാൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. അവിടെ ഈ മേളോട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഈ സാധനമുള്ളൂ. ഇത് കാണുന്നില്ലല്ലോ. മേളോട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ഇച്ചിരി. അതോ എത്തിച്ചതോ എൻ്റെ അമ്മ. നമുക്ക് നെതർബോർഡിൽ ഉണ്ടാക്കാൻ പറ്റട്ടെ ചേട്ടാ. സാധനങ്ങളല്ല. നമുക്ക് കുറേ സാധനങ്ങൾ എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. ഫുള്ള് ഫുള്ള് കുറേ ചേട്ട സാധനങ്ങൾക്ക് സ്റ്റിക്ക് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതാവശ്യമില്ല, ഈ ഫെൻസ് ആവശ്യമില്ല. ഈ ഒറ്റ ബോംബ് മതി. ഇത് കുറേ നമുക്ക് ഈ സോഡിന് മോനെ ലോങ് ബാഗ് ഉണ്ട്. ഇതിനുണ്ട്. നമുക്കൊരു ഫിൻഡാശയിലും കിട്ടും. നമുക്ക് നമ്മുടെ കയ്യിൽ എയർപോർട്ടിലുള്ള 11 ഇതുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യം വേണമെന്നില്ല. നമുക്ക് താഴേക്ക് ഇറങ്ങണം. ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങും? ഇത് വന്നോളി. നമുക്കെന്തായാലും നേരെ വന്ന പണിയിലേക്കും കിടക്കാം. നമുക്കെന്തായാലും ഇന്ന് ആ റെയ്ഡ് തീർത്ത് ഞാൻ കളിക്കുന്നുണ്ട് കേട്ടോ. വേണം വന്നിരിക്കുന്നു. ഈ റെയ്ഡ് തീർത്തിട്ട് അവർക്ക് ഉമ്മാർ ഈ കാർ പോകും നിൽക്കാറുണ്ട്. ഉമ്മാർ പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ നിന്നാണ് കേട്ടോ കൂന്ന സൗണ്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഉമ്മാരുണ്ടാവുക. ഇവിടുന്ന് ഞാനിങ്ങനെ ഹെഡ്ഫോൺ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ സൗണ്ട് കുറവ്, പക്ഷെ ഇങ്ങോട്ടാകുമ്പോൾ സൗണ്ട് കൂടുതൽ. അപ്പോൾ ഉമ്മാർ ഇവിടെ ആയിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെന്നാൽ സ്പീഡ് പിടിച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നില്ലാന്നല്ലേ. അയ്യോ, അത് മറ്റേ ഡ്രീമൊക്കെ ചെയ്യുന്ന നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അയ്യോ, എൻ്റെ അതിനടുത്ത് കൈ പിടിക്കട്ടെ. എടാ കൊണ്ടുപോകാൻ ഇങ്ങോട്ടാ. നിങ്ങളൊക്കെ ഞാൻ എത്ര നേരം നോക്കുന്നതെന്ന് അറിയാം. അയ്യോ, 2 എണ്ണം. ഓടിക്കോ അയൺകോളം എവിടെ ഓടിക്കോ. എടാ അയൺകോളം പൊട്ട, ഇങ്ങോട്ട് വാടാ. എടാ അയൺകോളം പൊട്ട, ഇങ്ങോട്ട് വാടാ. അതാ പിള്ളേച്ചത്. അയ്യോ, അയൺകോളം അടിക്കടി.
ഇവനെ ഞാൻ നോക്കാം. എവിടെ ആ ഒറ്റടിക്കത്ത് ആൺകോൾ മാമ ഇവിടെ ആൺകോൾ ഇവിടെ മറ്റേ ആ സാധനം ഉണ്ട്. ആ വലിയ ജീവിയുണ്ട് ഇവിടെ. വലിയ ജീവിയുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ആ അതാ നിൽക്കുന്നത്. വലിയ ജീവി ഇങ്ങോട്ട് വേണം. വട്ടം കിടക്കുന്നോടാ. ഈ ജീവി പറക്കുന്ന പോലെ ഇതെന്നാ പോകുന്ന. അയ്യോ ഇതെങ്ങോട്ടാ. അയ്യോ 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 ആൺകോളോ ജീവി എന്തി പോട്ടാ. അയ്യോ ആൺകോളോ അയ്യോ ഇതെന്നെ തരിക. ഇല്ലേ വരുമോ? കൊന്നു സാടലും കിട്ടി. ആ കഴിഞ്ഞ അടുത്ത റൈഡ് തുടങ്ങി. അപ്പം തന്നെ രാത്രിയായി. ഓ കഷ്ടം. ഇതാരാ? ആരുമില്ല തോന്നിയതാ. ഇവിടെ ബെഡില്ല. ഇവിടെ ബെഡുണ്ടോ? അണ്ണാ ഞാൻ ഇവിടെ കിടക്കണേ. ഇവന്മാർ റെയ്ഡ് ഉള്ളതുകൊണ്ട് കിടക്കൂല കേട്ടോ. അതമ്മമാർക്ക് പേടിച്ചിട്ടായിരിക്കും. അടുത്ത റെയ്ഡ് തുടങ്ങി. ഞാൻ ഫുഡ് ആക്കിയിട്ട് ഇറങ്ങരുത്. അടുത്ത റെയ്ഡ് തുടങ്ങി. ഈ അയൺ കോളത്തിന് എങ്ങനെയും നമ്മളെ കൂടെ എപ്പോഴും വേണം കേട്ടോ. ഇവന് ഇച്ചിരി അയൺ കൊടുക്കട്ടെ. എനിക്ക് അയൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇവന് അയൺ വേണം. എവിടെ അടുത്ത ആളെന്ത് ചെയ്യാം? അടുത്ത കൂല് വിളിക്കും. എന്നിട്ട് എനിക്ക് നോക്കണം എവിടെയാന്ന്. ഉമ്മാരെ കണ്ടുപിടിക്കുക ഇച്ചിരി ടാസ്ക് കേട്ടോ. ഉമ്മാർ ഭയങ്കര വലിയ സെറ്റപ്പൊക്കെയാ. എന്നിട്ടാ ഇത് പൊട്ടന്മാരാ. കൂക്കെങ്കിൽ വിളിക്കുക കാറുവാ. ഉമ്മാർ സൗണ്ട് ആകുന്നുള്ളൂ, ഉമ്മാരെ കാണുന്നില്ല. ഇതാണ് എനിക്ക് പറഞ്ഞത്. ഒന്നൂറ് കൂക്കി വിളിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കാതിരുന്ന അവന്മാർ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഉമ്മാരെന്താ കണ്ടുപിടിച്ചു കാണാൻ കേട്ടോ. ഉമ്മാർ എവിടെയാന്ന് നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. അവന്മാരെവിടെയാ? ഞാൻ കണ്ട് ഉമ്മാരെ കണ്ട് ഞാൻ കണ്ട് ഇതാ നിൽക്കുന്നത്. ഉമ്മാർ കുറേ പേരുണ്ട്, അതാ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഈ ഡയമണ്ട് സോഡും കൂടെ ഗോൾഡ് സോഡും കൂടെ അടിയാ. അടി. ആ ചത്തത്. അടുത്ത റൈഡ് ഇപ്പം തുടങ്ങും. ഈ മലയിൽ ചുറ്റിനാണ് ഈ മലയിൽ കറങ്ങി പോകണം, അല്ലെങ്കിൽ ഉമ്മാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പം തന്നെ വീഡിയോക്ക് ഇച്ചിരി ലോങ്ങായി വരുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് പറഞ്ഞത്. വീഡിയോ അധികം ലോങ്ങായി ഇച്ചിരി കൂടുതൽ നെറ്റാവും. അതാണ് ഉമ്മാർ ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത് തോന്നുന്നു. എന്തെല്ലാം യൂസ് ഇതിൻ്റെ. അയ്യോ ഇതാ ഒരു വിച്ച് ഓടിക്കോ. ആൺകോളോ ഓടിക്കോ. അയ്യോ എന്നാ ആൺകോളോ. ഇതോട് സ്റ്റക്കായി. താങ്ക് കേട്ടോ. എനിക്ക് എമറാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഉമ്മാരൊക്കെ വിളിച്ചോണ്ട് വരട്ടെ. ആ വിച്ചിനെ ഈ വിച്ചിനെ പേടി. ആ സാധനം അവനെ എറിയ. അതാണ്. ഓടിക്കോ. ഓ കൊണ്ടില്ല. തീർന്നു. ഒരു വിച്ച് കൂടെ. ഞാനിവിടെ ഒരു വിച്ചിനെ കണ്ടായിരുന്നു. വിച്ച് കൊണ്ട് സ്നോ ഫോളിങ് എറിഞ്ഞിട്ട് അല്ല, മറ്റേ സ്ലോ എന്ന സാധനം എറിഞ്ഞിട്ട് കാണുന്നില്ല. വിച്ചിനെ കാണുന്നില്ല. ഇത് നിൽക്കുന്നു. തീർന്നു. അടുത്ത വിച്ചും തീർന്നു. ഇനിയും കുറേ പേരുണ്ട്. അടുത്ത പാട്ട്. Got my G when I'm in the van. Gone pics on a minute man.